10ാം ക്ലാസ് പോലും പാസ്സാകാതെ ഹോട്ടലിൽ പൊറോട്ട ചുട്ടു നടക്കുന്ന ആകാശ് വീരൻ ഒരു കൊട്ട ഡിഗ്രിയുള്ള പേരേഴ്സിയുടെ വീട്ടിലേക്ക് കല്യാണം ആലോചിച്ചു വന്നു. ആകാശിന് 2 കൊട്ട ഡിഗ്രി ഉണ്ടെന്നും സ്വന്തമായി ഹോട്ടലുണ്ടെന്നും പറഞ്ഞാണ് കല്യാണം ഉറപ്പിക്കുന്നത്. അവൻ അവൾക്ക് സ്പെഷ്യൽ പൊറോട്ട കൊടുത്തപ്പോൾ അവനോട് അവൾക്ക് ക്രഷ് അടിക്കുന്നു. പക്ഷെ ആകാശിന്റെ കുടുംബം പണ്ട് ഗുണ്ടാപ്പണികൾ ചെയ്തിരുന്നവരാണെന്നും 10ൽ തോറ്റു തൊപ്പിയിട്ടാണ് ഈ കൊണക്കുന്നതെന്ന് അറിഞ്ഞ പേരേഴ്സിയുടെ വീട്ടുകാർ ഇതിനെതിർത്തെങ്കിലും അവൾ വീട് വിട്ടിറങ്ങി അവനെ കല്യാണം കഴിച്ചു. കല്യാണത്തിന് ശേഷം ആകാശിന്റെ അമ്മയ്ക്കും സഹോദരിക്കും പേരേഴ്സിയെ കണ്ണെടുത്ത കണ്ടുകൂടാ. ജോൽസിന്റെ വാക്കുകൾ കേട്ട് അവരുടെ വീടിന്റെ അധികാരം പേരേഴ്സി കൈക്കലാക്കുമോ എന്ന് അമ്മായിമ്മ പേടിച്ചിരുന്നു. ഒരു ദിവസം അവൾ ഹോട്ടലിന്റെ കൗണ്ടറിൽ ഇരുന്നപ്പോൾ അന്ന് ഒടുക്കത്ത് കച്ചവടം ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെടാതെ ആ അമ്മച്ചി പേരേഴ്സിയെ കൊണ്ട് നിർബന്ധിച്ച് എച്ചിൽ പാത്രം ഇടിപ്പിക്കുകയും തറ വൃത്തിയാക്കുകയും ചെയ്യുന്നു. ഒരു ദിവസം ആകാശിന്റെ സഹോദരി വന്നപ്പോൾ അവളുടെ പേരുള്ള ഹോട്ടൽ ഇപ്പോൾ പേരേഴ്സിയുടെ പേരാണ് നിൽക്കുന്നത് കാണുന്നത്. അവളും കൗണ്ടറിൽ കയറിയിരുന്ന് ഓർഡർ ഇടാൻ തുടങ്ങി. ഓരോ ദിവസവും ഓരോ പണികൾ. കുപ്പിയിൽ നിന്ന് വന്ന ഭൂതത്തെ പോലെ ഹോട്ടലിലെ വേലക്കാരിയായി മാറി പേരേഴ്സി. എന്നാൽ പേരേഴ്സിയുടെ അമ്മ അവളെ ആകാശിന്റെ വീട്ടിൽ നിന്ന് മറ്റൊരു വീടെടുത്ത് താമസിക്കാൻ ഉപദേശിക്കുന്നു. അതിന്റെ ഇടയിൽ അവൾ ഗർഭിണിയാകുന്നു. അവൻ അവളെയും കുട്ടിയെയും നല്ലപോലെ നോക്കുന്നു. പക്ഷേ അമ്മായിമ്മയും നാത്തൂനും എന്നും ഇവളുമായി വഴക്കുണ്ടാക്കുന്നു. ഇതിനിടയിൽ അമ്മായിമ്മ ആകാശിനെ അവന്റെ മുറപ്പെണ്ണുമായി 2ാം കെട്ട് നടത്താൻ പ്ലാൻ ഇടുന്നു. അവീതമണത്തെ പേരേഴ്സി ആകാശിനോട് ഈ കാര്യം പറയുന്നു. മനസമാധാനം പോയ ആകാശ് അപ്പുറത്തെ കണ്ടത്ത് പൊട്ടക്കിണറിൽ ചാടി ചാവാൻ നോക്കിയെങ്കിലും വെള്ളമില്ലാത്ത പൊട്ടക്കിണറായോണ്ട് ചത്തില്ല. തട്ടിയും മുട്ടിയും കൊണ്ടിരുന്ന ചട്ടിയും കലവും പൊട്ടാൻ തുടങ്ങിയപ്പോൾ അവർ ഡിവോഴ്സിന് അപേക്ഷിക്കുകയും കോടതി അത് അനുവദിക്കുകയും ചെയ്തു. എന്നാൽ ഡിവോഴ്സിന് ഒപ്പിട്ടപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് പിരിഞ്ഞു ജീവിക്കാൻ കഴിയില്ലെന്ന്. അവരുടെ സങ്കടം കണ്ട അമ്മായിയമ്മ അവളുടെ കയ്യിൽ നിന്ന് കുട്ടിയെ വാങ്ങി ഓട്ടോയിൽ ചാടിക്കയറുന്നു. കുഞ്ഞുൻ്റോനെ എന്നെയും കൊണ്ടുപോയെന്ന് പറഞ്ഞ് പേരേഴ്സിയും ചാടിക്കയറുന്നു. എന്നാൽ അവളെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് പറഞ്ഞ് അവളുടെ വീട്ടുകാർ ഒരു ജാതിക്കുള്ള ആളുകളുമായി വഴിയിലേക്ക് പോയി അടിയുണ്ടാക്കുന്നു. എന്നാൽ അവൾ അവളുടെ ഇഷ്ടത്തിന് വന്നതാണെന്ന് പറഞ്ഞതോടെ അവരെല്ലാം പൊട്ടന്മാരായി. അമ്മച്ചി യഥാർത്ഥത്തിൽ മുറപ്പെണ്ണിനെ കല്യാണം ആലോചിച്ചത് ആകാശിന്റെ അനിയന് വേണ്ടിയായിരുന്നു. പ്രശ്നങ്ങളെല്ലാം തീർന്ന് എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. എന്നാൽ പേരേഴ്സി അടുത്ത ദിവസം ആകാശിന്റെ വീട്ടുകാർക്കെതിരെ കേസ് കൊടുക്കുന്നു. ഡിവോഴ്സ് ചെയ്യുകയും അതിന്റെ അടുത്ത ദിവസം അവൾ വീണ്ടും ആകാശിന്റെ വീട്ടിൽ വന്ന് പാത്രം മൂറുന്നു. ലിവിംഗ് ടുഗദറായി ജീവിക്കുകയും ഇത് കണ്ടതോടെ നാട്ടുകാർ ഇവർ ചോറ് തന്നെയല്ലേ തിന്നുതെന്ന് പരസ്പരം ചോദിക്കുന്നു.